സോ ഗായ്സ്, അപ്പോൾ ക്യാപ്കട്ടിൽ എഡിറ്റ് ചെയ്യുന്നുള്ള മെയിൻ പ്രശ്നമാണ് ക്യാപ്കട്ടിന്റെ വാട്ടർമാർക്ക്, അതുപോലെ ക്യാപ്കട്ടിലുള്ള ഫുൾ ടേസിന്റെ അകത്തേക്ക് പ്രോ ഫീച്ചേഴ്സ്, അതൊക്കെ നമുക്കിങ്ങനെ ഈസി ആയിട്ട് ക്യാഷ് കൊടുക്കാണ്ട് തന്നെ നമുക്കിങ്ങനെ യൂസ് ചെയ്യാനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ക്യാപ്കട്ട് പ്രോ ഫീച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളെന്താക്കുക, ഒരു VPN നമ്മളെന്താക്കുക കണക്ട് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഏത് VPN വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ VPN യൂസേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാപ്കട്ടിൻ്റെ അകത്തുള്ള പ്രോ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എനേബിൾ ചെയ്യാനും പിന്നെ നെറ്റിൽ യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ VPN അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ VPN ആദ്യം കണക്ട് ചെയ്തതിന് മാത്രം വേണം എന്താക്കുക ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യുക. അഥവാ പ്രോ ഫീച്ചേഴ്സ് വന്നില്ലെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്താൽ മതി, നമുക്ക് പ്രോ ഫീച്ചേഴ്സ് ഒക്കെ കിട്ടും. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ചതിൻ്റെ വീഡിയോ ആയിട്ട് അത് തന്നെയാണ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ തന്നെ നമുക്ക് വാട്ടർമാർക്ക് കാണാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫിൽറ്റേഴ്സ് എടുത്താൽ തന്നെ അതിൽ നമുക്ക് പ്രോ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോ ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് നമ്മൾ ഈ വീഡിയോ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഫിൽറ്റേഴ്സിൻ്റെ അകത്തുള്ള പ്രോ ഫീച്ചേഴ്സ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ എഫക്ട്സിൻ്റെ അകത്തുള്ള പ്രോ ഫീച്ചേഴ്സ് കിട്ടിയിട്ടുണ്ട്, അതായത് മ്യൂസിക്കിൻ്റെ എല്ലാത്തരം VPN കണക്ട് ചെയ്ത എല്ലാത്തരം എന്താ പറയുക പ്രോ ഫീച്ചേഴ്സും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഒരു ഫിൽറ്റർ ആഡ് ചെയ്യുന്നുണ്ട്. 4K എന്ന് പറയുന്ന ഒരു ഫിൽറ്ററും അതുപോലെ തന്നെ ഒരു എഫക്ട്സും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ പ്രോ ഫീച്ചേഴ്സിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് നോക്കാമെന്നാണ്. അതുപോലെ വാട്ടർമാർക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് റിമൂവ് ചെയ്യാനാണ് നോക്കാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ എന്താ പറയുക ഫിൽറ്റേഴ്സ് കാര്യങ്ങളും എല്ലാം എന്താ പറയുക പ്രോ ഫീച്ചറിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. എഫക്ട്സ് പ്രോ ഫിൽറ്റർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അത് പ്രോ ഫീച്ചറാണ്, അത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കാണിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ക്യാപ്കട്ട് ഒന്ന് ബാക്ക് അടിച്ചതിന് ശേഷം നമ്മൾ VPN ഒന്നുകൂടെ എന്താക്കുക കണക്ട് ചെയ്ത് ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് എന്താക്കുക ബാക്ക് അടിച്ചിട്ട് നമുക്ക് എന്താക്കുക നമ്മുടെ ക്യാപ്കട്ട് കയറുക. അതിനുശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ തന്നെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ വീഡിയോൻ്റെ അകത്ത് നമുക്ക് എന്താക്കുക അവിടെ മേലെ ആയിട്ട് ക്വാളിറ്റി ഒക്കെ സെറ്റ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. ആ സംഭവത്തിൽ എന്താക്കുക നമ്മുടെ അപ്പോൾ അവിടെ വാട്ടർമാർക്ക് ഉണ്ടാവും. അപ്പോൾ ആ വാട്ടർമാർക്കിൻ്റെ അടുത്ത് ഹിഡൻ എന്ന് പറയുന്ന സംഭവം ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ എന്താക്കുക എക്സ്പോർട്ട് വെക്കുക. അപ്പോൾ നമുക്ക് എന്താ നമ്മളോട് ചോദിക്കില്ല, പേയ്മെൻറ്റ് കൊടുക്കാനും ചോദിക്കില്ല, അതുപോലെ നമുക്ക് എന്താക്കാം ഇനി പ്രോ ഫീച്ചർ കൊണ്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നും ചോദിക്കില്ല. അപ്പോൾ നമുക്ക് നേരെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഫീച്ചേഴ്സ് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എന്താക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ വീഡിയോൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം അതിൽ വാട്ടർമാർക്ക് ഇല്ല, അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. അപ്പോൾ ഇനിയും വീഡിയോ എന്താ കണ്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എന്നെ എന്താ കമൻറ്റ് ബോക്സിലോ അഥവാ ഇമെയിലോ എന്തെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ.